കഴിഞ്ഞ ദിവസമേ ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പലിനോട് അയാളുടെ മൊബൈൽ പിടിച്ച് മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ടിറങ്ങിയാൽ നിന്നെ ഞാൻ കൊല്ലും തല്ലും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം വീഡിയോ കണ്ടല്ലോ എല്ലാവരും അല്ലേ? അതിനെക്കുറിച്ച് ഭയങ്കര ചർച്ചയൊക്കെ നടക്കുന്നു. അതിനകത്ത് കുട്ടിയെ ഒരുപാട് പേര് കുറ്റം പറയുന്നു. അതിൻ്റെ വളർത്തു ദോഷമാണ്, പേരൻസ് ആണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പേരൻസിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ പേരൻസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ ഈ പറഞ്ഞ പോലെ സ്ഥാപനം. അവിടുത്തെ ടീച്ചർമാർക്ക് ഇടയിൽ നല്ലപോലെ തെറ്റുണ്ട്. ഇത് ഈക്വലായിട്ട് വേണം ഡിവൈഡ് ചെയ്യാം. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മൂന്നായിട്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് 30% ടീച്ചർമാർക്കും 30% അധ്യാപകർക്കും, അങ്ങനെ 60%, 20% കുട്ടിക്കും, 20% പിന്നെ മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും, 20%-അതിനകത്തുനിന്ന് അങ്ങനെ മാറ്റി 10-10 ഡിവൈഡ് സോഷ്യൽ മീഡിയ കൂടി ഇരിക്കട്ടെ, കുറച്ച് സിനിമകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനകത്തൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റുകാരായിട്ട് തോന്നുന്നത് ആ ടീച്ചർ ആരാണോ വീഡിയോ എടുത്തത് അവരെയാണ്. കാരണം ഈ ഒരു കൊച്ചു കുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കാനും വേണ്ടും എന്താണുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചർച്ച കൊണ്ടുണ്ട് ആവശ്യം ആ വീഡിയോയ്ക്ക് എന്താണ്, ആ കുട്ടിയെ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ചുറ്റുവട്ടത്തെ എല്ലാ കൊച്ചു മാത്രം നാണം കിട്ടും. അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനൊന്നും ആരും നിൽക്കത്തില്ല. ഇങ്ങനെ സബ്ജക്റ്റ് എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, അതും എന്തിനാണിത് പൊതുസമൂഹത്തിലിട്ട് സംസാരിക്കുന്നത്? അതിനുള്ള ആവശ്യമുണ്ടോ? ഇവരെ കൊണ്ട് എന്തിനു കൊള്ളാം? പിന്നെ ഇപ്പോൾ ആ കൊച്ചിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് ടീച്ചറുടെ നിന്നാണ് ആദ്യം മൊബൈൽ പിടിച്ച് മേടിക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും ഒരു കൊച്ചിൻ്റെ മൊബൈൽ മേടിക്കാൻ പ്രിൻസിപ്പളിന് ഭയങ്കര എടുക്കുവാണ്. ആ കൊച്ചിനെ അത്രത്തോളം പ്രൊവോക്ക് ചെയ്ത് അതെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. പണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്തുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ സാറിനെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിത്തം നിർത്തുന്നത് 9ാം ക്ലാസ്സിൽ വെച്ച്. ഇവൻ 11 കണ്ട് പഠിക്കുവാന്ന് തോന്നുന്നു, എത്രയിലാണോ. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ സാറിനെ കസേര എടുത്ത് അടിക്കാനായിട്ട് സ്കൂളിന് ചുറ്റുമിട്ട് ഓടിച്ചിട്ടുണ്ട്. ഇതൊന്നും പുതിയ സംഭവങ്ങളൊന്നും അല്ല, ഇത് എല്ലായിടത്തും നടക്കുന്നൊരു സംഭവം തന്നെയാണ്. ഇതിനെ മാനേജ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ വേണ്ടത്ര രീതിയിൽ ഇങ്ങനെ കുട്ടികളെ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടി ഇല്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ വന്ന് ടെക്സ്റ്റും വായിച്ച് പഠിപ്പിച്ച് എങ്ങനെയും ഈ പണ്ടാരത്തിന് ഇപ്പോൾ ഉള്ള പരീക്ഷയെല്ലാം എഴുതിപ്പിച്ച് ഒരു ഇൻഡസ്ട്രിയൽ വർക്കറാക്കി മാറ്റണം. അത്രയേ ഉള്ളൂ. അല്ലാതെ നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കാനോ നല്ലൊരു സിറ്റിസൺ ആക്കാനോ ഇവിടെ ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനകത്തുനിന്ന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കുട്ടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് പബ്ലിക്കിൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് നാട്ടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ആ ടീച്ചറിന് എന്താണെങ്കിലും ഒരു നമസ്കാരം, എന്തെങ്കിലും ആയിക്കോട്ടെ, നാണമില്ലേ നിനക്ക് ഇത് ചെയ്യാനായിട്ട്? നീ ആരാ? നീ ആണോ പെണ്ണോ? ഏത് മറ്റടുത്ത ആളായിക്കോട്ടെ, ഏതവനാണേലും അത് ഒന്നെങ്കിൽ അത് മാനേജ്മെൻറ്റിലുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ടീച്ചർ, അല്ലാതെ ആർക്കും അതിനകത്ത് കയറി ഈ കുട്ടിയുടെ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്കെതിരെ എന്ത് നടപടി എടുത്തത്? ഇതിനെപ്പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മുടെ മുന്നിൽ വീഡിയോ കിട്ടുന്നതാണ് ഏറ്റവും വലിയ അപകടം കേട്ടോ. അല്ലാതെ അവിടെ കൊച്ചുങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്, കൊച്ചുങ്ങളാണ്, കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. അത് അതിനൊക്കെയല്ല ടീച്ചർമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്കൂളും തുറന്നു വെച്ചിരിക്കുന്നത്. ഇനി കുട്ടി വീട്ടിൽ ഇച്ചിരി പ്രശ്നമാണ്, കുട്ടിയുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അധ്യാപകർ വേണ്ട കറക്റ്റ് ചെയ്യാൻ. അധ്യാപകർ എന്താ ഉദ്ദേശിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ വായി തോന്നൊക്കെ വിളിച്ച് പറയുക, ശമ്പളം മേടിക്കുക, വീട്ടിൽ പോയി കിടന്നുറങ്ങുക, അല്ലെങ്കിൽ വേണ്ട വീട്ടുകാര്യങ്ങളും അതാണല്ലോ ജോലി അല്ലേ? എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കുറേ പരീക്ഷയ്ക്ക് പഠിപ്പിക്കണം, എങ്ങനെയും ക്വസ്റ്റൻ ആൻസർ പഠിപ്പിച്ചിട്ട് ഈ കൊച്ചിനെ ആ ക്ലാസ് പാസ്സാക്കണം, അത്രേ ഉള്ളൂ. ആ സ്കൂളിൻ്റെ ഉദ്ദേശം കേട്ടോ. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇവരുടെ മോറലൊന്നും നന്നാക്കാൻ പറ്റത്തില്ല. മോറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞ് വേണ്ട സബ്ജക്റ്റ് ഉണ്ടാകും. പക്ഷേ അതൊന്നും പോരാ. ഇവിടെ കൗൺസിലേഴ്സ് വേണം. കൗൺസിലേഴ്സിന് കുട്ടികളുടെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന് സ്പെഷ്യൽ കെയർ ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം. അല്ലാതെ അതിനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുകയല്ല വേണ്ടത്. ഇവിടെ പ്രൊവോക്കേഷൻ നടന്നിട്ടുണ്ട്. എല്ലാ കൊച്ചു അങ്ങനെ സംസാരിക്കത്തില്ല. എന്തുകൊണ്ട് അവർക്കത് മര്യാദയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റിയില്ല? എനിക്ക് അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് നടക്കുന്നത്. ഇതൊരു സ്കൂൾ മുഴുവൻ ഇടപെട്ട പോലത്തെ തുല്യമായ ഒരു പ്രശ്നമാണ്. അവിടെ ആ ഏറ്റവും അറ്റത്ത് വന്ന് കഴിയുമ്പോൾ കൊച്ചു പറയുന്നത് നിന്നെ ഞാൻ കൊല്ലും തല്ലുമെന്നൊക്കെയാണ്. അതിൻ്റെ കുറ്റം ആരുടെ ഭാഗത്തായിരിക്കുന്നത്? അതിനകത്ത് ഏറ്റവും വലിയ തെറ്റുകാരെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ്. ആ പ്രിൻസിപ്പളും മറ്റ് അധ്യാപകരുമാണ് ഇതിന് ഉത്തരവാദികൾ. ആ കുട്ടി അങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. വീടിനേക്കാൾ കൂടുതൽ പ്രശ്നം ഇപ്പോൾ സ്കൂളിലാണ് ഇരിക്കുന്നത്. കാരണം സ്കൂളിൽ അധ്യാപകർ കാണിച്ച് നമ്മൾ കണ്ടല്ലോ, വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അപമാനിച്ചത്. ഇത് പോലീസ് സ്റ്റേഷൻ കൊടുക്കണം, പോലീസ് സ്റ്റേഷൻ കൊടുക്കാം, എല്ലാം വേണ്ട മാനേജ്മെൻറ്റ് എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യണമെങ്കിൽ അത് തെളിവായിട്ട് അവിടെ വെച്ചു. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുട്ടിയുടെ പേരൻസിനെ വിളിച്ച് വരുത്തി അത് മര്യാദയ്ക്ക് ഡീൽ ചെയ്യണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിയാക്കുമല്ലോ വേണ്ട. ഒരു പോലീസ് സ്റ്റേഷൻ കൊടുത്താലും വലിയ നിർബന്ധമൊന്നും ഇല്ല അവിടെ ഇരിക്കണം. കാരണം വിവരമില്ലാത്ത പോലീസുകാർ ഒത്തിരി പേരുണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് എന്നെ പോലീസ് സ്റ്റേഷൻ കയറിയപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ പ്രചരിപ്പിച്ചാണ് എനിക്ക് മനസ്സിലായത്. അവിടെ ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത തീരെ ബോധമില്ലാത്തവന്മാരുണ്ട്. നല്ല രീതിയിൽ ജോലി എടുക്കുന്ന മറ്റു പോലീസുകാരെ കൂടെ നാണം കെടുത്താൻ ഇങ്ങനെ കുറേ അലവലാദികൾ പോലീസിലും ഉണ്ട്, അധ്യാപകരുടെ ഇടയിലും ഉണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ ടീച്ചറിൻ്റെ മൊബൈലാണോ അതോ സ്കൂളിലൊന്ന് മൊബൈൽ കൊണ്ടുവന്ന് പോയ കുട്ടിയുടെ മൊബൈലാണോ പ്രശ്നക്കാരനായ മൊബൈൽ? ആ കുട്ടി ആരെ അപമാനിക്കുകയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണോ ആ കുട്ടി ഇവിടെ പിടിച്ചു നിർത്തിയത്? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ പിടിച്ചു നിർത്തിയ സ്കൂളിലെ ടീച്ചർക്കോ അവിടുത്തെ മാനേജറിലുള്ള ആർക്കും ആ കുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിക്കാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. ഇതിനെതിരെ എന്താണെങ്കിലും പരാതി അതിൻ്റെ കുടുംബക്കാർ കൊടുക്കണം. പേരൻസ് ഈ കുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിച്ച ആൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. ശിക്ഷ വകുപ്പ് എന്തോ കോപ്പാന്ന് വെച്ചാൽ അവിടെയും കൊണ്ട് കൊടുക്കണം. കുട്ടിയെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അവർ അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ആ കുട്ടി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രൊവോക്കേഷൻ തീരെ നടക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് സ്കൂളും ടീച്ചറും പ്രിൻസിപ്പളും എല്ലാം അടങ്ങുന്നവർ ആ കുട്ടിയെ വേണ്ട രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത്. അത് അവനോട് ഇരുന്നാണ് ആ കൊച്ചു സംസാരിക്കുന്നത്. അതിനിടയിൽ അതിനായിട്ട് മൂപ്പിച്ച് ഈ ആവശ്യമില്ല ഈ ചെറിയൊരു കാര്യത്തിന് ഇത്രയും പറയിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് അവർക്ക് മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ലാതെ വേറെ എന്താണ് അതിനകത്ത് മനസ്സിലാകുന്നത്? ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അങ്ങനെ ആ കൊച്ചു ബിഹേവ് ചെയ്തെങ്കിൽ തന്നെ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് സമൂഹ മാധ്യമങ്ങളിലിട്ട് ആ കൊച്ചിനെ നാണം കെടുത്താനും ഉളുപ്പില്ലാത്ത ഒരു അധ്യാപകനും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് അവിടെ നിങ്ങൾ അറിയാതെയാണ്, ഈ പ്രിൻസിപ്പൾ അറിയാതെയാണ് വീഡിയോ പ്രചരിച്ചത്. ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ പ്രിൻസിപ്പൾ അത് നിർത്തണമായിരുന്നു, അല്ലെങ്കിൽ അത് പറയണമാണ്. ഇതൊരു കാരണവശാലും പുറത്ത് പോകരുത്, ഇത് സോഷ്യൽ മീഡിയ കറങ്ങാൻ പാടില്ല, എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവർക്ക് ചെയ്യാനായിട്ട്. അതൊന്നും ചെയ്യാതെ അവരെ കൊച്ചിനെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ഒരു പകപോക്കൽ പോലെ. ഇതെന്ത് ഈഗോ ക്ലാഷ്? ടീച്ചർമാർക്ക് കുട്ടികളോട് ഈഗോയോ? ഒരു കൊച്ചിനെ നന്നാക്കുവാണ് നിങ്ങൾ ചെയ്തത്, നശിപ്പിക്കുകയല്ലേ ചെയ്തത്? ആ കൊച്ചിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും? അതങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ അതൊരു വില്ലനെ പോലെ, സാറിനെത്തെല്ലാം ഒരു ഗുണ്ടയെ പോലെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അല്ലാതെ എന്താണ് അതിനകത്തുള്ള ഗുണമുള്ളത്?
ഒരാളെ നാട്ടിക്കാൻ അതെന്ത് ചെയ്തത്? ഇതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ പഠിച്ചു വളർന്നവരെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാരായിട്ട് ഇവിടെ നാട് നീളെ വിലസി നടന്ന് ഈ കൊലയും പീഡനവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം അത് അത്രയ്ക്ക് മെച്ചമാണ്. നല്ല നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ ഈ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞതിൽ എല്ലാ ടീച്ചർമാരും ഒന്ന് അഭിമാനിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആരുടെയെങ്കിലും ഇങ്ങോട്ടെങ്കിലും വെച്ചൊരു സല്യൂട്ടൊക്കെ അടിക്കുക. അധ്യാപകരാണ് അത്ര മാതാപിതാ ഗുരു ദൈവമെന്ന്. മാതാവാണെങ്കിലും പിതാവാണെങ്കിലും ഗുരുവാണെങ്കിലും ദൈവമാണെങ്കിലും നമ്മുടെ അടുത്തോട്ട് ഈ ഊമ്പിയ പണി കാണിച്ചാൽ തിരിച്ചതല്ലാതെ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. എനിക്ക് അത്രേ പറയാനുള്ളൂ. പീഡിപ്പിക്കുന്നവരാണ്. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പീഡിപ്പിച്ചു തന്നെയാണ്. അതിനെതിരെ പ്രതികരിക്കാനോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനോ ആർക്കെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റുന്നത്. എല്ലാവർക്കും ഇതേപോലെ പേരൻ്റ് ആയതുകൊണ്ട് അങ്ങ് കയറി അങ്ങ് ബഹുമാനിച്ചാൽ പറ്റത്തുള്ള നിർബന്ധമൊന്നുമില്ല. റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക്, അതിൽ കൂടുതലൊന്നുമില്ല. അതിപ്പോൾ അധ്യാപകരെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, എന്നെ പഠിപ്പിച്ച പല അധ്യാപകരും വളരെ മോശമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ, ഈ അധ്യാപകർക്ക് വരെ അറിയാമല്ലോ ചില അധ്യാപകർ ശരിയല്ലെന്ന്. അങ്ങനെയുള്ളവർ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ പണി കാണിച്ച അധ്യാപകർ ആരും ആയിക്കോട്ടെ, അവർ ശരിയല്ല ചെയ്തത്, അവർ ചെയ്തത് തെറ്റാണ്. ആ തെറ്റ് ഇതുവരെ ആരും സംസാരിച്ച് കണ്ടില്ല. എല്ലാവരും കൊച്ചിനെ വളർത്തിയത് ശരിയായില്ല, കൊച്ച് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, കൊച്ച് എങ്ങനെ പറയാതിരിക്കും, കൊച്ചി സ്കൂളിലല്ലേ പഠിക്കുന്നത്, ഈ ടീച്ചറല്ലേ അതിനെ പഠിപ്പിക്കുന്നത്, അത് ആ ടീച്ചർ കാണിച്ചത് എന്ത്, ആ കുട്ടി കാണിച്ചതും ഒന്നല്ലേ? അവർ രണ്ടുപേരും പക പോക്കുകയല്ലായിരുന്നു. അപ്പോൾ ആ സ്കൂളിലെ ട്രെൻഡ് എന്താണ്? അവിടുത്തെ ടീച്ചർമാർ കുട്ടികളോട് പക പോക്കുന്നു, കുട്ടികൾ പ്രിൻസിപ്പളിനോട് പക പോക്കുന്നു. നാളെ ആ കുട്ടി ചിലപ്പോൾ പ്രിൻസിപ്പളിനെ തല്ലാനോ കുത്താനോ ഉള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം അവിടെ അതാണ് പഠിപ്പിക്കുന്നത്. കണ്ടില്ലേ കാണിച്ചത് ടീച്ചർ? അല്ലെങ്കിൽ അവിടെ നിന്ന് മൊബൈലിൽ ഈ വീഡിയോ എടുത്ത് എന്തുകൊണ്ട് പുറത്തു വന്നു, എങ്ങനെ പുറത്തു വന്നു, അതെന്താണ് അതിൻ്റെ പുറയിലുള്ള വികാരം, വികാരം എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. എന്തിന് പ്രചരിപ്പിക്കുന്നു? അയാളെ നാണം കെടുത്താനല്ലേ പ്രചരിപ്പിക്കും? അതൊരു കുട്ടിയെ നാണം കെടുത്താൻ ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിലോ സ്റ്റാഫോ ആര് ചെയ്താലും മുതിർന്ന ഒരു പൗരൻ ചെയ്യുമ്പോൾ അത് തെറ്റ് ആരുടെ ഭാഗത്തായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നത്? ഇവനൊക്കെ അല്ലേ പഠിച്ചെടുക്കുന്ന അവർ അധ്യാപകരോ എല്ലാം വേണ്ട, സ്കൂളിലെ മാനേജ്മെന്റ് സ്റ്റാഫോ ആയിക്കോട്ടെ, അവർ കുട്ടിയെക്കാളും മെച്ചപ്പെട്ടവനാണെന്നാണ് അവൻ വിചാരിച്ചേക്കുന്നത്. അവനെ അടിക്കുമെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ഈ കൊച്ചുകാർക്ക് അവൻ അടിക്കണം ശരിക്കും പറഞ്ഞു. കാരണം അത്രയ്ക്കും തെണ്ടിത്തരം അവൻ ചെയ്തത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്. ഒരു ശരി എവിടെയൊക്കെ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും, അത് പ്രായവും ഒന്നും നോക്കണ്ട. അതിനകത്ത് അതിക്രമം നടക്കാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലേക്ക് ഒരു വാക്ക് തർക്കം ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ആ ഫോൺ പിടിച്ച് ഒരാളുടെ സാധനം പിടിച്ച് മേടിക്കാൻ ഒരു അധ്യാപകനും ഒരുത്തനും ഒരു അധികാരവും ഇല്ല. അത് മര്യാദയ്ക്കും ഡീൽ ചെയ്യണം. അല്ല അതിൻ്റെ പേരൻസിനെ വിളിച്ച് വരുത്തി കാര്യം പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക. അതിന് സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടിയാണെങ്കിൽ സ്പെഷ്യൽ കെയറിലോട്ട് മാറ്റുക. അല്ലെ പോലീസ് ഇപ്പോൾ എന്തായാലും പോലീസിൽ അറിയിക്കണം ഈ സംഭവം. അങ്ങനെ കൊല്ലുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പോലീസുകാരെ അറിഞ്ഞിരിക്കണം. ആ കുട്ടിയെ വല്ല കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിന് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടു. ഇപ്പോൾ അതിന് ഇനി കൗൺസിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം രീതി കൗൺസിൽ ചെയ്യേണ്ടി വരും എന്നാലോചിക്കുക. ടാസ്ക് ഒന്ന് നോക്കിയ ഒരു കൗൺസിലറുടെ അത് സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ടുപോയി. ഒരു മുറിക്കകത്ത് കിടന്ന സംഭവം ഇത്. അത് കേരളം മുഴുവൻ അറിയിച്ച ആ ടീച്ചർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രിൻസിപ്പളിനെതിരെ നടപടി വേണം. പേരൻസ് തീർച്ചയായിട്ടും ഈ പ്രിൻസിപ്പളിനും ആ റെക്കോർഡ് ചെയ്തിട്ട ആൾക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുക. ചൈൽഡ് വെൽഫെയറോ ചൈൽഡ് ലൈനിലും ഒക്കെ അറിയിക്കുക. മനസ്സിലായോ? ഇതിനി മേലാൽ ഒരുത്തിനും ആവർത്തിക്കരുത്. ഇവിടെ കുട്ടികളുടെ വീഡിയോ എടുത്തിട്ട് ഇമാര് തർക്കം ഉണ്ടാക്കി മറ്റേ ആക്കി എന്ന് പറഞ്ഞാൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൊച്ചിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരുത്തനെ വെറുതെ വിടേണ്ട ആവശ്യമില്ല. അത് ചെയ്യണം. അതാ പേരൻസ് ചെയ്യണം. എന്ത് തെണ്ടിത്തരം കാണിച്ചത്? ഇമാര് തെണ്ടിത്തരം കാണിക്കാൻ ഇവിടെ അധ്യാപകന് ആവശ്യമുണ്ടോ? അല്ല എനിക്കറിയാൻ വേണ്ടി അധ്യാപകർ ചെയ്യേണ്ട പണിയാണ് ഇത്. ഇവനൊരു അധ്യാപകനാണോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന പ്രിൻസിപ്പളാണോ? അയാളെ തള്ളുമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം തോന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവർക്ക് രണ്ടടിയുടെ കുറവുണ്ട്. പിള്ളേരല്ല കൊടുക്കണ്ട, അവർ പേരൻസാണ് വന്ന് കൊടുക്കണ്ടേ. കൊച്ചിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിന് കാണത്തില്ലായിരിക്കും. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് കൊച്ചിനെ മനസ്സിലായില്ല ആരാന്ന്. അതിനെ അത്രയും പേരെ അറിയിക്കണോ? അതിനെ 3 പേരെ അറിഞ്ഞാൽ മതി, അപ്പനും അമ്മയും അവനും. പിന്നെ നിങ്ങൾ ടീച്ചറും പ്രിൻസിപ്പളോട് വിളിച്ചിരുത്തി സംസാരിക്കണം. എന്നിട്ട് അതിന് കൗൺസിലിംഗ് കൊടുക്കണം. ഇതൊന്നും അറിയത്തില്ലേ? എന്തോ തൊലിച്ചോണ്ടാ പഠിപ്പിക്കാനാന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന രാവിലെ എവിടെയെങ്കിലും വന്നിരുന്ന് 4 കച്ചക്കഥ പറഞ്ഞിട്ട് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് അത് പാസ്സായി കഴിഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രിയൽ വർക്കറെ സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് അലവലാദികളാണ് ഇവിടുത്തെ ടീച്ചർമാരും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു കൊച്ച് ഏതൊരു പെങ്കൊച്ചൊരു ഫംഗ്ഷന് ഒരു 11ാം ക്ലാസ്സുകാരൻ്റെ മടി വന്നിരുന്നൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ടീച്ചർമാർ പ്രചരിപ്പിച്ച് വഷളാക്കി. എന്നിട്ട് ആ പയ്യന് ടി സി കൊടുത്തു വിട്ടേക്കുന്നു. പ്രിൻസിപ്പളെ കൂടെ അവനെ കണ്ട് പീഡിപ്പിച്ചവനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. പള്ളിയച്ചന്മാരും കന്യാസ്ത്രീയോട് ചേർന്ന് ചെയ്തൊരു പരിപാടി. ആ സ്കൂളാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ സ്കൂളിൽ ആ പിള്ളേരെ എനിക്ക് കിട്ടിയില്ല. അവരോട് സംസാരിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അല്ലെ വീഡിയോ ഇട്ടേന്. അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും പേരൻസിനെ ഒന്ന് കണ്ടെത്തിയിട്ട് അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് വീഡിയോ ആക്കി തരാം. ഈ മാനേജ്മെന്റുകൾ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ ഇവന്മാർ ഇതുവരെ മാറിയിട്ടില്ല. ഇവന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവൻ എങ്ങനെ മനസ്സിലാവാൻ? ഇവന് വിദേശ സ്ഥലത്തിൽ കൂടെ അല്ലേ പഠിച്ചു വന്നത്? ഈ അളിഞ്ഞ നശിച്ച ഒരു സംവിധാനം ഇതുപോലെ ഇതൊക്കെയാണോ നിങ്ങൾ പഠിച്ചത് ഇത്രയും കൊല്ലം? ഒരു കൊച്ചിനെ എങ്ങനെ അപമാനിക്കാം, ഒരു കൊച്ചിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം, ആ കൊച്ചിൻ്റെ ഭാവി എങ്ങനെ നശിപ്പിക്കാം? കാരണം അവൻ ഇച്ചിരി മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലെന്നൊന്നും വിചാരിക്കരുത്. എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ കുട്ടികൾ. അവരെ ഉടനെ കയറി ഇങ്ങനെ ആക്കാനാണോ നീയൊക്കെ പഠിച്ചത്? നാണമില്ലാത്തങ്ങളെ, ഉളുപ്പില്ലാത്തങ്ങൾ, ഇതിനൊക്കെതിരെ നല്ല നടപടി വേണം കേട്ടോ. ഇത് ശരിയല്ല. ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ചർച്ച നടക്കുന്നത് കൊച്ചിനെ പറ്റിയാണ്. കൊച്ചിനെ പറ്റി അല്ല ചർച്ച ചെയ്യേണ്ടത്. കൊച്ചുങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, അതിനകത്ത് വലിയ ചർച്ച ചെയ്യാനൊന്നും ഇല്ല. അതിനിപ്പോൾ വേണ്ടത് സ്കൂളുകളിൽ ഈ പറഞ്ഞ പോലത്തെ കൗൺസിലേഴ്സ് നിർബന്ധമായിട്ടും അപ്പോയിൻമെൻറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് മേലിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കാതിരിക്കാൻ നോക്കണം. ബോച്ചയുണ്ട്, കൊണച്ചപ്പോണ്, എല്ലാത്തിനും കോടതിക്കും പോലീസിനും എല്ലാം പിടിച്ചുകൊണ്ട് പോയി ഉണ്ടാക്കാൻ അറിയാലോ. അതേ ഇവിടെ ഉണ്ടാക്കണം, അറിയണം, പഠിക്കണം ഇവിടുത്തെ ആൾക്കാർ. ഇതെല്ലാം വലിയ മാതൃകയാണെന്ന് ബോച്ച ഡബിൾ മീനിങ് ജോക്സ് പറഞ്ഞത്. അതിവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു വേറൊരു സംഭവം. ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവമാണ്. ഇതൊരു വാണിംഗ് കൊടുത്ത് നിർത്തേണ്ട കാര്യമാണ്. ഇവരെ വാൺ ചെയ്യണം, ഈ പറഞ്ഞ ആൾക്കാരെ വാൺ ചെയ്യണം. എന്താ പറ്റുമോ?
എനിക്ക് പരാതി കൊടുക്കണമായിരിക്കും അല്ലേ, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താലേ നമ്മൾ അറിയത്തുള്ളൂ. നമുക്കപ്പോഴും മനസ്സിലാവുക എന്നുള്ളത് കണ്ടറിയണം. അതാ വേറെ രസം. അതിനെന്തോ അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ, സാറല്ലേ, ഗുരുവല്ലേ, സാറുമാരെ അങ്ങ് റെസ്പെക്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് വിടുമായിരിക്കും അല്ലേ. എല്ലാവരും സാറുമാരായി കഴിഞ്ഞാൽ പിന്നെ സാറുമാർക്ക് ഒരു പേടിയാണ്, ഇനി റെസ്പെക്ട് എനിക്ക് പറയുമോ. അങ്ങനെ ഒരു സാറൊന്നും വേണ്ട, അങ്ങനെ ഒരു സാറിനെ വേണ്ട ഇവിടെ.